നമസ്കാരം. CTVയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ച വാർത്തകൾ, വിശേഷങ്ങൾ, വ്യക്തികൾ, ഇതൊക്കെയാണ് നമ്മളുടെ മുഖ്യ വിഷയങ്ങൾ. ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നാം എല്ലാവരും ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഒരു ദിവസത്തിലെ ഭൂരിഭാഗം സമയവും ഇപ്പോൾ നമ്മൾ സ്ക്രീനിലാണ് നമ്മുടെ കണ്ണുകൾ. എന്നാൽ ഏതാണ്ട് 14 വർഷങ്ങൾക്കപ്പുറം തന്നെ സോഷ്യൽ മീഡിയയുടെ പവർ മനസ്സിലാക്കിയിട്ട് ആ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് സ്വദേശത്തും വിദേശത്തുമായി ചിതറിക്കിടക്കുന്ന ചങ്ങനാശ്ശേരിക്കാരെ ഒന്നിപ്പിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നു CJ അഥവാ ചങ്ങനാശ്ശേരി ജംഗ്ഷൻ എന്ന പേര് നൽകി. എല്ലാ ദിവസവും 1-2 അവസരത്തിലെങ്കിലും അതിനകത്ത് ആളുകൾ കയറിറങ്ങി പോകുന്ന വിധത്തിൽ കണ്ടന്റുകളും ഒക്കെ ഇട്ട് ഒരു പട്ടണത്തെ, ഒരു നഗരത്തെ ഒരു യൂണിറ്റിയിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിയുണ്ട്. സോഷ്യൽ മീഡിയയുടെ പവർ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനസ്സിലാക്കിയ ഒരു വ്യക്തി. ഇന്നും അദ്ദേഹം ആ മേഖലയിലുണ്ട്. ഇന്ന് അദ്ദേഹത്തെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കായി വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ വിനോദ് പണിക്കർ എന്നാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആളെ പിടികിട്ടി. നമുക്ക് അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം വിനോദ് ജി. നമസ്കാരം. നമസ്കാരം. CTVയിലേക്ക് കടന്നു വന്നതിന് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. വിനോദ് പണിക്കരെ ഞാൻ പരിചയപ്പെടുന്നതിന് മുമ്പ് ഈ പേര് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ആരാണെന്ന് എനിക്കറിയില്ല. സമാനമായി താങ്കളെ അറിയാത്ത ഒത്തിരി പേര് ചങ്ങനാശ്ശേരിയിൽ പേരറിയാവുന്നവരുണ്ട്. അപ്പോൾ അവർക്കറിയേണ്ടതായ ചില കാര്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആക്ച്വലി താങ്കൾ ചങ്ങനാശ്ശേരിക്കാരനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയോട് ഇത്ര സ്നേഹം തോന്നേണ്ട കാര്യമില്ല. താങ്കളുടെ ബാല്യം, കൗമാരം, യൗവനം, സ്കൂൾ കോളേജ് വിദ്യാഭ്യാസങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഞാൻ ഒരു പച്ച ചങ്ങനാശ്ശേരിക്കാരൻ തന്നെയാണ്. ഞാൻ ചെത്തിപ്പുഴ ഹോസ്പിറ്റലിലാണ് ജനിച്ചത്. തുടക്കം എന്ന് പറയാം. ചങ്ങനാശ്ശേരി സെൻറ് തോമസ് ഹോസ്പിറ്റലിൽ ജനിച്ചു. സ്കൂള് വിദ്യാഭ്യാസം ചങ്ങനാശ്ശേരി SH, ക്ലൂണി SH. അതിനുശേഷം പിന്നെ SH പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ അവിടെ 8ാം ക്ലാസ് പിന്നെ കഴിഞ്ഞ് ഇപ്പം ഒരു ഫസ്റ്റ് ക്ലാസ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ മുകളിലോട്ട് അങ്ങോട്ട് അടുത്ത പടിയിലോട്ട് കയറ്റി വിടത്തുള്ളൂ, 9ലേക്ക്. അങ്ങനെ അവർ എന്നെ ബോധ്യപ്പെട്ട് എന്നോട് പറഞ്ഞു, പ്രയാസമാണ് 9ലോട്ട് കയറ്റി വിടാൻ, വേറെ അങ്ങ് ഉപരിപഠനത്തിനായിട്ട് വേറെ എവിടെയെങ്കിലും പോയി പഠിച്ചോളാൻ പറഞ്ഞ് അങ്ങനെ സന്തോഷത്തോടു കൂടി ചങ്ങനാശ്ശേരി NSSൽ 9ഉം 10ഉം അവിടെയാണ് വിദ്യാഭ്യാസം. SHൽ നിന്നും നമ്മൾ പറിച്ചു നടപ്പെടുകയാണ് NSSലോട്ട്. അപ്പം അമ്മ NSSലെ ഹെഡ് ഓഫീസിലെ ഉദ്യോഗസ്ഥയാണ്. കൂടുതൽ നോട്ടം കിട്ടാനും എല്ലാം വേണ്ടിയിട്ട്. അപ്പോൾ 9ഉം 10ഉം NSSലാണ് പഠിച്ചത്. അതിനുശേഷം നമ്മുടെ ചങ്ങനാശ്ശേരി NSS പെരുന്ന NSS കോളേജിൽ ഫസ്റ്റ് PDC, സെക്കൻഡ് PDC, ഡിഗ്രി പഠനം എല്ലാം അവിടെ പൂർത്തിയാക്കി. അത് പൂർത്തിയാക്കിയതിന് ശേഷം ആ സമയത്ത് ക്യാമ്പസ് ഇൻ്റർവ്യൂ, ഇന്നത്തെ കാലത്തെ ക്യാമ്പസ് ഇൻ്റർവ്യൂ അന്ന് ചെറിയ രീതിയിലുണ്ടായിരുന്നു. അന്ന് പിന്നെ ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് ഉള്ള വിദ്യാർത്ഥികളെ മംഗളം എന്ന സ്ഥാപനം, ന്യൂസ് പേപ്പറും പത്രവും മാസിക എല്ലാം കൂടെ ഉള്ള, അപ്പം മംഗളത്തിൽ നിന്ന് ഫീൽഡ് റെപ്രസെൻറ്റേറ്റീവായിട്ട് അവരുടെ മംഗളം പത്രത്തിന് പുതിയ വരിക്കാരെ കണ്ടെത്താനായിട്ട് സർക്കുലേഷൻ്റെ ഇതിൽ വർക്ക് ചെയ്തു. ഞാൻ അങ്ങനെ പെരുന്ന ചങ്ങനാശ്ശേരി ആയിരുന്നു എൻ്റെ ആ പ്രവർത്തന മേഖല. പിന്നെ ഞങ്ങളുടെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 6 മാസം കൊണ്ട് 600 പത്രം ഒരാൾ വരിക്കാരെ കണ്ടെത്തി കഴിഞ്ഞാൽ ജോലി സ്ഥിരപ്പെടുത്തും എന്നുള്ള ഒരു അതെ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്തായിരുന്നു. അപ്പം ആ സമയത്ത് മംഗളം പിന്നെ വാരികയൊക്കെ 16 ലക്ഷം കോപ്പിയൊക്കെ അടിക്കുന്ന ഒരു പിന്നെ ആ ഒരു സമയത്തിന് ശേഷമാണ് പത്രം. അങ്ങനെ ഞാൻ ഒരു 2 മാസം കൊണ്ട്, കാരണം എല്ലാവരും അവിടെ ഉള്ളവരെ പരിചയമായിരുന്നു, ഒരു 600 പത്രത്തിന് വരിക്കാരെ ഉണ്ടാക്കി. മംഗളത്തിന് പ്രസിദ്ധിയോട്ടായി കൊടുത്തു. അങ്ങനെ അവിടെ ജോലിക്ക് കയറി. പിന്നെ അഡ്വർടൈസിങ്ങും ഇതുമായിട്ട് മംഗളത്തിൻ്റെ പത്തനംതിട്ട, കോട്ടയം, ചങ്ങനാശ്ശേരി, ആലപ്പുഴ, അങ്ങനെ ആ ഭാഗങ്ങളിലൊക്കെ പ്രവർത്തിച്ചു. ബ്യൂറോയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇല്ല, ബ്യൂറോയിൽ പ്രവർത്തിച്ചിട്ടില്ല. അല്ല, സപ്ലിമെൻറ്റ്സ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട പല സപ്ലിമെൻറ്റ്സും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഇത് ബാധ്യതയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ മംഗളത്തിൽ സ്പെഷ്യൽ റിപ്പോർട്ട്സ് ഒക്കെ വരുമായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് സർക്കുലേഷൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കണമായിരുന്നു.
അതിനുശേഷം 1996 4 വർഷം അവിടെ പ്രവർത്തിച്ചു. അതിനുശേഷം എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം ഗൾഫിൽ പോയി. അവിടെ ഒത്തിരി ഏത് രാജ്യമായിരുന്നു? ഒമാനിലായിരുന്നു. അങ്ങനെ ഒമാനിൽ പിന്നെ പോയി. അപ്പം നമ്മുടെ ഒരു വിചാരം ഇവിടെയൊക്കെ നല്ല കോളേജിലുമൊക്കെ നല്ല വെലസിയൊക്കെ നടന്ന ആളാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പം ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. പറയാൻ പറ്റാത്ത പല ജോലികളും മാറി മാറി. നജീബായിരുന്നു, മറ്റൊരു നജീബായി തീർന്നു. നജീബൊന്നും ആയിട്ടില്ല, എന്നാലും അതേപോലെ തന്നെ പിന്നെ കഷ്ടപ്പാടുള്ള ജോലികളായിരുന്നു. അതിനുശേഷം ഒരു 7-8 മാസം ജോലി ഇല്ലാതെ നിൽക്കേണ്ടി വന്നു. ഭക്ഷണം പോലും കഴിക്കാൻ പിന്നെ പൈസ ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഒരു മനുഷ്യന് ജീവിതത്തിൽ എന്തൊക്കെ നേരിടാൻ പറ്റിയോ അതെല്ലാം നേരിട്ടു. അതൊക്കെ പിന്നെ നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് നേരിടാനുള്ള ഒരു കരുത്ത് സമ്പാദിച്ചു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം തന്നെ അവിടെ ഒരു പത്രസ്ഥാപനത്തിൽ ലീവ് വേക്കൻസിക്ക് ജോലിക്ക് കയറി. അങ്ങനെ ഇവിടുത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടല്ല എങ്കിലും അതൊരു മാധ്യമരംഗത്തെ മംഗളത്തിലേക്കുള്ള പ്രവേശനം നമുക്കിത് പ്രയോജനപ്പെടുത്തി. അതെ. അങ്ങനെ അവിടെ ടൈംസ് ഓഫ് ഒമാൻ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു മനോരമയാണ് ഒമാനിലെ ലീഡിങ് ഏറ്റവും നമ്പർ 1 ന്യൂസ് പേപ്പർ ആയിരുന്നു. അവിടെ കയറി, അവിടെ മീഡിയ എക്സിക്യൂട്ടീവ് ആയിട്ട് കയറി. അങ്ങനെ അവിടുന്ന് എൻ്റെ ഒരു പത്രസ്ഥാപനവുമായിട്ടുള്ള ഒരു ബന്ധം തുടങ്ങി. അങ്ങനെ മീഡിയ എക്സിക്യൂട്ടീവ് ആയി. അത് കഴിഞ്ഞിട്ട് ക്ലയൻറ്റ് സർവീസിങ് എക്സിക്യൂട്ടീവ്, അതിനുശേഷം സർക്കുലേഷൻ്റെ ഹെഡായിട്ട് മാറി. അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ട് ഏകദേശം 140ഓളം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ഹെഡായി. അങ്ങനെ അവിടുന്ന് ഒത്തിരി അവിടെ ഇല്ലാത്ത രീതി നമ്മുടെ ഇവിടെ ഈ മനോരമയൊക്കെ ചെയ്യുന്നത് പോലെയുള്ള പല പ്രൊമോഷൻസും അതും എല്ലാം ചെയ്ത് പത്രത്തിന് വ്യാപകമായ ഒരു സർക്കുലേഷൻ ഉണ്ടാക്കി അതിൻ്റെ ഒരു മാക്സിമം ലെവലിൽ അഡ്വർടൈസ്മെൻറ്റ് കിട്ടത്തക്ക രീതിയിൽ ഒരു ലെവലിൽ ആയി. അപ്പം അങ്ങനെ എന്നെ CSRൻ്റെ ഹെഡ്, ഗ്രൂപ്പ് CSRൻ്റെ ഹെഡാക്കി. അപ്പം ഏകദേശം 21 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. 21 വർഷം അവിടെ ജോലി ചെയ്തു. അപ്പം അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ ഇവിടുത്തെ ഈ മലയാള മനോരമയിലെ ബാലാനുസഖ്യവും അതുപോലെയൊക്കെ പോലെ ഞാനൊരു റീഡേഴ്സ് ക്ലബ് എന്നും പറഞ്ഞിട്ട് ഒരു ഇതുണ്ടാക്കി. അത് പക്ഷേ വലിയ ആളുകളാണ് അതിനകത്ത്. അത് അവിടെ ഒത്തിരി ആളുകൾ വിദേശത്ത് അവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. ബംഗ്ലാദേശികൾ, പാകിസ്ഥാനികൾ, വിവിധ മറ്റ് രാജ്യങ്ങളിൽ നിന്ന്. അവരൊക്കെ ഒത്തിരി കഷ്ടപ്പാട് അനുഭവിച്ചിരുന്നു. ഇപ്പം ചില ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ബില്ല് കൊടുക്കാൻ പറ്റാത്ത ആളുകൾ, അങ്ങനെയൊക്കെ ഒത്തിരി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഓരോ ആഴ്ചയിലും ലേബർ ക്യാമ്പുകളിൽ കടന്നു ചെന്നിട്ട് അവർക്ക് നാട്ടിൽ വിളിക്കാനുള്ള ടെലിഫോൺ കാർഡുകൾ സൗജന്യമായിട്ട് കൊടുക്കുക. ഈ വെയിലത്ത് ജോലി ചെയ്യുന്നവർക്ക് നമ്മൾ റിഫ്രഷ്മെൻറ്റ് അത് എല്ലാ ദിവസവും ചെയ്യുന്ന രീതിയിൽ അങ്ങനെ അസുഖവുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ചികിത്സാ സഹായങ്ങൾ എല്ലാം ചെയ്തു കൊടുത്തു. അങ്ങനെ അപ്പം ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് നമുക്ക് ചങ്ങനാശ്ശേരിയിലും ഇതുപോലെ ഒരു പ്രവർത്തനം നടത്തിക്കൂടാ. കാരണം ഇവിടെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നുമില്ല. അതുപോലെ ഇപ്പം നാട്ടിൽ വിദേശത്തിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് നാട്ടിലെ കാര്യങ്ങളാണ്. അതൊന്നും അറിയുന്നില്ല, ലോക്കൽ വാർത്തകൾ ഒന്നും അറിയുന്നില്ല. അപ്പോഴാണ് ഈ ഒരു ഫേസ്ബുക്കിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ സാധ്യത ആ സമയം ഓർക്കിട്ടായിരുന്നു. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഫേസ്ബുക്ക് പയ്യെ ഉയർന്നു വരുന്ന സമയമായിരുന്നു. അങ്ങനെ ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. ജോലിയിലിരിക്കുമ്പോൾ ചെയ്തതാണ്. അപ്പം ഞാൻ ഇതൊരു ക്ലോസ്ഡ് ഗ്രൂപ്പായിട്ടാണ് തുടങ്ങിയത്. കാരണം പുറമേ നിന്നുള്ള ആർക്കും ഇത് കാണാൻ പറ്റില്ല. കാരണം ഞാൻ അവിടെ ജോലി ഇരിക്കുന്നതുകൊണ്ട് എൻ്റെ മാനേജ്മെന്റിലുള്ളവരോ ഒന്നും ഇത് കാണരുത്. അതുകൊണ്ട് ക്ലോസ്ഡ് ഗ്രൂപ്പ് എന്നുള്ള ഇതിലാണ്. അപ്പം അതിനകത്തുള്ളവർക്ക് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ തുടങ്ങി. ഇപ്പം പല ഇവിടുത്തെ വാർത്തകൾ ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം പയ്യെ ഓരോരുത്തർ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വിദേശത്ത് നിന്ന് ചങ്ങനാശ്ശേരിയിൽ ഉള്ള ലോകത്ത് വസിക്കുന്ന എല്ലാവർക്കും ചങ്ങനാശ്ശേരിയിലുള്ള വാർത്തകളും ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ അറിയാൻ പറ്റി. അങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ പ്രവർത്തനം തുടങ്ങി. അങ്ങനെ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്കൂളിൽ ഇവിടെ പായിപ്പാട് പൊടിപ്പാറ സ്കൂളിൽ അവിടുത്തെ ഒരു അധ്യാപകൻ എനിക്കൊരു മെസ്സേജ് അയക്കുന്നു. വിനോദ് ചേട്ടാ, ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ അടുത്ത വീട്ടിലാണ്
ടോയ്ലറ്റ് സൗകര്യം യൂസ് ചെയ്യുന്നത് ഞങ്ങളുടെ സ്കൂളിലെല്ലാം മോശമായി കിടക്കുകയാണ്. അപ്പം അത് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഞാനപ്പോൾ ഒരു പോസ്റ്റ് ഇട്ട് ഒരു മണിക്കൂർ കൊണ്ട് 1,20,000 രൂപ അന്നത്തെ കാലത്ത്. അത് ഏകദേശം ഒരു 8-9-10 വർഷം മുമ്പാണ്. അന്നത്തെ കാലത്ത് ഇത് കളക്ട് ചെയ്തു. ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾ ഗ്രൂപ്പിൽ തന്നെ ഉള്ള ഒരു കോൺട്രാക്ടറെ കൊണ്ട് അത് ചെയ്ത് ഒരാഴ്ച കൊണ്ട് ആ ഒരു പ്രശ്നം സോൾവായി. അപ്പോൾ ബാലൻസ് വന്ന പൈസയ്ക്ക് അവിടുത്തെ കുറച്ച് പണികളും ഒക്കെ ചെയ്തു. അങ്ങനെയായിരുന്നു ഈ ഒരു തുടക്കം. അപ്പം എന്തുകൊണ്ട് കൂടുതൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൂടാ? ഒരു കാര്യം ചെയ്യുമ്പോഴാണല്ലോ നമുക്കൊരു ഊർജ്ജം കിട്ടുകയും സഹായിക്കാൻ ആളുണ്ടാവും എന്ന് അറിയുമ്പോൾ നമുക്ക് കൂടുതൽ ഇറങ്ങാൻ തോന്നുമായിരുന്നു. അപ്പം എല്ലാവരും പിന്നെ ഇത് കൂട്ടായ്മയിലുള്ള എല്ലാവരും ഇതുപോലെ ഉള്ള ഓരോ സഹായങ്ങൾ ചെയ്യാൻ സന്നദ്ധരായിട്ട് മുന്നിട്ടിറങ്ങുകയും അങ്ങനെ നിരന്തരം ഓരോ ചങ്ങനാശ്ശേരിയിൽ ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ ഇടപെട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ചങ്ങനാശ്ശേരി ജംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മ രൂപീകൃതമായത്. ഏത് വർഷമാണ് നാട്ടിലേക്ക് മടങ്ങി വന്നത്? നാട്ടിൽ ഞാൻ 2015 ഞാൻ നാട്ടിൽ മടങ്ങി വന്നത്. അത് ഏകദേശം അമ്മ പിന്നെ വളരെ പ്രായമായി, വീട്ടിൽ ആരുമില്ല, അങ്ങനെ ഉള്ള ഒരു പ്രശ്നം. പിന്നെ ജോലിയിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ. അവർ സാലറി ഇപ്പം ഒരു മാക്സിമം അതിൻ്റെ അപ്പുറത്തോട്ടൊരു ഗ്രോത്ത് ഇല്ലായിരുന്നു. അപ്പം സാലറിയുടെ ഒക്കെ ഒരു ഇഷ്യൂ വന്നു. അങ്ങനെ ജോലി അവസാനിപ്പിച്ചിട്ട് തിരിച്ചു വരികയായിരുന്നു. ഇവിടെ വന്നിപ്പോൾ ഇപ്പം നമ്മൾ സാമൂഹിക മേഖലകളിൽ വിനോദ് പണിക്കർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമെങ്കിലും പലർക്കും അറിയില്ല. താങ്കൾ ഇവിടെ എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ ജോലിയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇവിടെ ഉണ്ട്. ഇപ്പം നമുക്ക് പിന്നെ ഇപ്പോൾ ഗൾഫിൽ 21 വർഷം ജോലി ഉണ്ടായിട്ട് ഒന്നും കാര്യമില്ല. നമുക്കിവിടെ ജീവിക്കാൻ നല്ല ചിലവ് ആണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ കൂട്ടായ്മ ഉണ്ടായിട്ട് അതിനകത്തൊന്നും വലിയ വരുമാനമൊന്നുമില്ല. അപ്പം പിന്നെ എനിക്ക് ഒരു ബിസിനസ്സുണ്ട്. ഞാൻ ഒരു സെക്യൂരിറ്റി സർവീസ് കമ്പനി നടത്തുന്നുണ്ട്. ഞാൻ ഇന്നേവരെ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇന്നേവരെ അത് യൂസ് ചെയ്തിട്ടില്ല. എനിക്കൊരു കമ്പനിയുണ്ട്, അല്ലെങ്കിൽ ബിസിനസ് നിങ്ങൾ തരണം ഇന്നേവരെ ഞാൻ എൻ്റെ ആ ഒരു ഗ്രൂപ്പിൽ എനിക്ക് വേണമെങ്കിൽ എന്നും പിന്നെ പരസ്യം ഇടുവോ എന്നൊക്കെ ചെയ്യും. ഇന്നേവരെ അത് ചെയ്തിട്ടില്ല. അപ്പം അത് പിന്നെ ആ ഒരു ബിസിനസ് നല്ല ക്ലയൻസ് ഒക്കെ ഉണ്ട്, നല്ല പിന്നെ ക്ലയൻസ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ മേജർ പിന്നെ ക്ലയൻസ് ഒക്കെ തന്നെ ഉണ്ട്. അപ്പം അത് 2017 പല ബിസിനസ്സും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് പിന്നെ ഇത് 2017 സ്റ്റാർട്ട് ചെയ്ത ഒരു ബിസിനസ്സാണ്. അതിനുശേഷം അതിന് പാർട്ണർ ഉണ്ടായിരുന്നു. അദ്ദേഹം വേറൊരു ബിസിനസ് തുടങ്ങി. അങ്ങനെ അത് രണ്ടായി. പിന്നെയും ഇത് പ്രശ്നങ്ങളൊക്കെ വന്ന് പിന്നെയും ഒരു 2 വർഷം മുമ്പ് ഇപ്പം സ്വന്തമായിട്ടാണ് ഇത് ചെയ്യുന്നത്. പഴയതിലും ഇരട്ടി ബെറ്ററായിട്ട് നല്ല രീതിയിൽ പോകുന്നു. അതാണ് എൻ്റെ വരുമാന മാർഗം. അപ്പം ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ എന്നും രാവിലെ ഒരു ശുഭദിന പോസ്റ്റും ഒക്കെ ഇടുമായിരുന്നു. ഇപ്പം അതെല്ലാം ഞാൻ നിർത്തിയിട്ട് കൂടുതലും ഞാൻ എൻ്റെ ബിസിനസ്സിനകത്ത് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഗുണങ്ങളും പ്രയോജനങ്ങളും ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഏതായാലും ചങ്ങനാശ്ശേരിയുടെ സ്പന്ദനങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ളതിൽ ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ പട്ടണത്തെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? നമ്മുടെ പട്ടണത്തെ ചങ്ങനാശ്ശേരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പണ്ട് ഇപ്പം വേലുത്തമ്പി തളവ പിന്നെ ചങ്ങനാശ്ശേരി മാർക്കറ്റിലെ വ്യാപാരം കണ്ട് തിരിച്ചറിഞ്ഞ് അന്നത്തെ കാലത്ത് ഇവിടെ ഒരു ആനയെ നടക്കി വെച്ചൊരു വലിയ വ്യാപാര കേന്ദ്രം തുടങ്ങിയതാണ്. അപ്പം അന്ന് വേലുത്തമ്പിക്ക് പോലും തിരിച്ചറിയാൻ പറ്റി ചങ്ങനാശ്ശേരിയിലെ ഒരു മഹത്വം. കൊച്ചിയിൽ നിന്നും ഒക്കെ പിന്നെ ചരക്കുകൾ, വസ്ത്രവും തുണികൾ എല്ലാം വന്നു. കിഴക്ക് നിന്ന് ഏലക്ക, പിന്നെ ഗ്രാമ്പൂ, അങ്ങനെ തുടങ്ങിയ നമ്മുടെ തിരുവല്ല ആ ഭാഗത്ത് നിന്നും വാട്ടുകപ്പ, അങ്ങനെ കപ്പ, ഇത് മീന് ആലപ്പുഴ ഭാഗത്തു നിന്ന്, അങ്ങനെ ഒരു വലിയ ഹബ്ബായിരുന്നു നമ്മുടെ ചങ്ങനാശ്ശേരി. പക്ഷേ ആ ഒരു ചങ്ങനാശ്ശേരി ഇന്നത്തെ പിന്നെ ഒരു അവസ്ഥ എത്തി നിൽക്കുമ്പോൾ ഒരു കഷ്ടം തോന്നുകയാണ്. കാരണം മറ്റുള്ളിടത്തെല്ലാം ഭയങ്കരമായ ഒരു തിരുവല്ല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരിയെക്കാളും എത്രയോ വളർന്നു. തിരുവല്ല വളർന്ന പിന്നെ ഇടിഞ്ഞിലം വഴി ലായ്ക്കാട് വരെ എത്തി നിൽക്കുക. തിരുവല്ലയ്ക്കും വളരാൻ ഞാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങളെ കുറിച്ചാണ്. ഇപ്പം ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ച് ഇപ്പം ഒരു ബിസിനസ് സാധ്യത നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ വളർന്നു വന്ന ഇടിഞ്ഞലത്ത് നിൽക്കുകയാണ്. ഈ ഇടിഞ്ഞലത്ത് നിന്ന് ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ആ പിന്നെ മന്നം ജംഗ്ഷൻ മുതൽ ധന്യാൻ തിയേറ്റർ വരെ NSSൻ്റെ കയ്യിലാണ്. അത് കഴിഞ്ഞാൽ നേരെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പുതുർപ്പള്ളി ചങ്ങനാശ്ശേരി കവല,
അത് പുതുപ്പള്ളി കുറച്ച്, പക്ഷെ അവർ വേണ്ട രീതിയിലൊരു പിന്നെ ഷോപ്പിംഗ് സെൻറ്ററും ഒക്കെ പണിത് ഇത് ചെയ്യുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞാൽ നേരെ SB കോളേജാണ്. SB കോളേജ് മുതൽ ഒരു സൈഡ് മുതൽ അങ്ങേ അറ്റം വരെ ടൗണിൻ്റെ പിന്നെ അറ്റം വരെ പിന്നെ SB കോളേജിൻ്റെ കയ്യിലാണ്. അപ്പം ഈ മത സ്ഥാപനങ്ങളുടെ കയ്യിലാണ് ഇത്രയും ഹൃദയഭാഗം, ടൗണിൻ്റെ ഹൃദയഭാഗം. അപ്പോൾ ഈ ടൗണ് കിടന്ന് ഇപ്പം ഇതിക്കുള്ള വികസിക്കാൻ പറ്റത്തില്ല, ഞെരുങ്ങിയാണ് ഇപ്പം നമ്മൾ പിന്നെ യാത്ര പിന്നെ പോയാലും ഒക്കെ. അപ്പം അങ്ങനെ ഒരു പിന്നെ അവസ്ഥയാണ്. ഇപ്പം പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ട് സമ്പന്നമാണ്, പിന്നെ ബാറുകൾ കൊണ്ട് സമ്പന്നമാണ്, തിയേറ്റർ സിനിമ തിയേറ്റർ കൊണ്ട് പിന്നെ സമ്പന്നമാണ്. അപ്പം എല്ലാം ഉണ്ട് ചങ്ങനാശ്ശേരി. പക്ഷേ നമ്മൾ ഈ ചങ്ങനാശ്ശേരി നോക്കി കാണുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ചങ്ങനാശ്ശേരി നഗരസഭ എടുത്തു നോക്കുക. ഇപ്പം നഗരസഭ എടുത്ത് നോക്കുമ്പോൾ അവിടെ പിന്നെ ഇപ്പം ഒരു കൂട്ടർ 2 വർഷം ഭരിക്കുന്നു, അവരെ പിടിച്ച് താഴെയിട്ട് കൂടെയുള്ള 2 പേര് പിന്നെ അവരുടെ ഇപ്പുറത്തൂടെ കൂടിയിട്ട് പ്രതിപക്ഷം പിന്നെ ഭരിക്കുന്നു, അവരെ താഴെ ഇട്ടിട്ട് കൂടെ ഒരു സ്വതന്ത്രം വന്നിട്ട് ഇങ്ങനെ ഭരിക്കുന്നു. ഇങ്ങനെ ഇത് പിന്നെ പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ ചങ്ങനാശ്ശേരിക്ക് ഇതിലും നല്ലൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു ആദ്യ സമയങ്ങളിൽ ചങ്ങനാശ്ശേരി നഗരസഭ. അല്ല, നേരത്തെ പിന്നെ ഉണ്ടായിരുന്നു. ഇപ്പം ഇതിനു മുമ്പുള്ള പലരും പറഞ്ഞതായിട്ട് അറിയാമല്ലോ. ഇപ്പം ചങ്ങനാശ്ശേരി നഗരസഭയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശ്രീ PP ജോസ് ഉണ്ടാക്കിയത് മാത്രമാണ്. ഇപ്പം ചങ്ങനാശ്ശേരി സ്റ്റേഡിയം എടുത്ത് നോക്കിയാൽ പ്രൈവറ്റ് സ്റ്റാൻഡ്, നമ്പർ 2 പിന്നെ സ്റ്റാൻഡ്, അങ്ങനെ പിന്നെ നമ്മുടെ SB കോളേജിന് മുന്നിലുള്ള പിന്നെ ഓഡിറ്റോറിയം എല്ലാം ഇല്ലേ. അപ്പം ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം PP ജോസ് ഉണ്ടാക്കിയ പിന്നെ സ്ഥാപനങ്ങളാണ്, അല്ലാതെ പുതിയതായിട്ട് ഒന്നും പിന്നെ ഉണ്ടായിട്ടില്ല. അപ്പം ഇവിടെ നടക്കുന്നത് എന്താണ്? ഒരു പിന്നെ 4-5 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു കൗൺസിലറെ വിലയ്ക്ക് വാങ്ങിക്കും. ഈ പിന്നെ കൗൺസിലർ 1-2 പേര് കൂടിയിട്ട് അത് മറിച്ചിടും, അടുത്തയാൾ കയറും, ഇവർക്കെതിരെ കേസ് നടക്കും, അത് 5 വർഷം കഴിഞ്ഞിട്ട് വിധി വരും. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ സെൻട്രൽ ഗവൺമെൻറ് ഒത്തിരി പദ്ധതികളുണ്ട്. അപ്പോൾ ഈ പദ്ധതികൾ നമ്മൾ വ്യക്തമായ ഒരു പിന്നെ റിപ്പോർട്ടും പിന്നെ പ്രോജക്റ്റ് റിപ്പോർട്ടും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഫണ്ട്സൊക്കെ വരും. ഇതൊന്നും ചെയ്യാനും ഒന്നും ആർക്കും വലിയ താല്പര്യമില്ലാതെ ഇതിങ്ങനെ എങ്ങനെയൊക്കെ തല്ലിപ്പൊട്ടി പോകണം എന്നുള്ള ഒരു ഇതാണ്. അല്ല, ഇപ്പോൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഇലക്ഷനൊക്കെ വരികയാണ്. ഇലക്ഷനൊക്കെ വരികയാണ്. ഇതുപോലൊക്കെ തന്നെയാണ് വരുന്നത്. എവിടുന്നേലും ഒരു 1-2 പിന്നെ സ്വതന്ത്രന്മാർ പിന്നെ വിജയിച്ച് വരും. ഇവർക്ക് പിന്നെ ഇടതുപക്ഷത്തിനും പിന്നെ കോൺഗ്രസ് ജനാധിപത്യ മുന്നണിക്കും ഒരു പിന്നെ ഒപ്പം ഒരു ഇത് വരും. ഈ സ്വതന്ത്രന്മാരായിരിക്കും പിന്നെ ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ അതിനകത്തുനിന്ന് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ചാടും. അങ്ങനെയൊക്കെയാണ്. ഇപ്പം കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ MLA ജോബ് മൈക്കിൾ, അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ താല്പര്യമുണ്ട്. പക്ഷേ ഫണ്ടൊന്നുമില്ല ഗവൺമെൻറ്റിൻ്റെ. അപ്പം അദ്ദേഹം എന്ത് ചെയ്യും? ഇപ്പം തന്നെ വേറെ ചില ന്യൂനതകളും ഉണ്ട്. ഇപ്പം നമ്മളെല്ലാം വന്ന് പിന്നെ ഈ KC പാലം, ഈ KC പാലത്തിനെതിരെ പിന്നെ അദ്ദേഹം നിരാഹാരം വരെ കിടന്നു ഒരു ദിവസം. KC പാലം പൊളിച്ചു കളയണമെന്നും പറഞ്ഞിട്ട്. ഇപ്പം എത്ര വർഷമായി? KC പാലം ഇപ്പോഴും അതുപോലെ നിൽപ്പുണ്ട്. ചങ്ങനാശ്ശേരിയിൽ ഹൗസ് ബോട്ടുകൾ വരുന്നില്ല, പിന്നെ ടൂറിസം പിന്നെ ഒന്നും ഒരു ഹബ്ബായിട്ട് മാറുന്നില്ല. ഇതൊക്കെ പിന്നെ പറയാൻ എളുപ്പമാണ്, പക്ഷേ പ്രാവർത്തികമാക്കുന്ന രീതി അല്ലെങ്കിൽ അത് ചെയ്തു വരാൻ പ്രയാസമാണ്. പക്ഷേ കുറച്ച് നല്ല കാര്യങ്ങൾ, ചില ദൗർബല്യമുണ്ടായിരുന്നു, അത് ഇപ്പം ആയിരുന്നു. പിന്നെ ബസ് സ്റ്റാൻഡ് നമ്മുടെ പിന്നെ ഏതൊരാളും ചങ്ങനാശ്ശേരിയിൽ പട്ടണത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു നരച്ച ബിൽഡിങ്ങും അതിൻ്റെ മുകളിലെല്ലാം ആല് വളർന്ന ഒരു കെട്ടിടവുമാണ് കണ്ടുകൊണ്ടിരുന്നത്. അല്ല, അതിന് ഈ CJ ശക്തമായി പ്രതിഷേധിക്കുകയും വീഡിയോകളും പോസ്റ്റുകളും ഒക്കെ ഇടുകയൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ടാണെന്ന് കൂടി ഞാൻ വിശ്വസിക്കുകയാണ് അത് പൊളിക്കാൻ കാരണമായത്. അല്ല, അത് സത്യമാണ്. പക്ഷേ നമ്മൾ ആദ്യം ടൗണിൽ വരുമ്പോൾ കാണുന്ന ഈ പിന്നെ ദാരിദ്ര്യം പിടിച്ച ഈ കെട്ടിടമാണ്. അപ്പൊ അതിന്റെ മേളിൽ ഈ ആലും അതെല്ലാം വളർന്ന് പിന്നെ വലിയ പിന്നെ വട്ടയും ഒക്കെ വളർന്ന് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഏതൊരാൾ വരുന്നത് ചങ്ങനാശ്ശേരി എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം കാണുന്ന ഇതാണ്. അപ്പം പക്ഷേ ഈ ബിൽഡിങ് പൊളിച്ചപ്പോൾ അറിഞ്ഞ കേട്ടോ, ഇത് ഭയങ്കര സ്ട്രോങ് ബിൽഡിംഗ് ആയിരുന്നു, അങ്ങനെ ഒന്നും പൊളിക്കാൻ ഇത്ര ഈസി ആയിരുന്നില്ല. പക്ഷേ ഒരു മാറ്റം വേണം. ഇപ്പം ചങ്ങനാശ്ശേരിക്ക് ഒരു മുഖം മിനുക്കൽ മാറ്റം വേണം. ഇപ്പം വലിയ മാള് വരുന്നു. ഈ മാള് വരുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ ട്രാഫിക് ബ്ലോക്കാണ് വരാൻ പോകുന്നത്. കാരണം ഇതൊരു ബോട്ടിൽ നെക്ക് പോലെ ആയിട്ട് ഇവിടെ ഈ ടൗണിൽ നിന്ന് വരുന്ന വണ്ടികളും എല്ലാം കൂടെ ഇതൊരു വലിയ ടൗണിൽ നിന്ന് മാറി മറ്റുള്ള സ്ഥലങ്ങളിൽ പിന്നെ വഴികൾ, ഇപ്പം പടിഞ്ഞാറൻ ബൈപ്പാസിനെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. അത് പിന്നെ നടപ്പിലാക്കേണ്ടതാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പുതിയ ഓരോ പദ്ധതികൾ ഭാവി കാലങ്ങളിൽ വരും എന്ന് നമുക്ക് മനസ്സിലാക്കാം.